ആ, ഞാൻ വന്നത് നിങ്ങളോട് ഒരു ചെറിയ ക്ഷമാപണം നടത്താൻ. ക്ഷമാപണോ? എന്തിന്? അന്ന് വീട്ടിൽ മാരേജ് പാർട്ടിക്ക് വന്നപ്പോ എന്റെ ഭാര്യ അല്പം അതിരി വിട്ട് സംസാരിച്ചു എന്ന് എനിക്കറിയാം. തെറ്റിദ്ധരിക്കരുത്. എനിക്ക് ആ അമ്മയെ വളരെ ഇഷ്ടമായി. ആ അമ്മ ഒരു ചെറിയ മുൻശുണ്ടിക്കാരിയാണെന്ന് തോന്നുന്നു. പക്ഷെ മനസ്സിന് പ്രയാസം ഉണ്ടാക്കുന്ന മുൻശുണ്ടി ഒന്നും ആ അമ്മയ്ക്കില്ല. ആ അഭിപ്രായം എനിക്കില്ല. വർഷത്തിലൊരിക്കൽ നിങ്ങൾ ആ മുൻശുണ്ടി കണ്ടതുകൊണ്ട് തോന്നുന്നതാണ്. കഴിഞ്ഞ 10-20 വർഷക്കാലമായി ആ മുൻശുണ്ടി മാത്രം കാണുന്ന ഒരാളിന്റെ അഭിപ്രായം അതായിരിക്കില്ലല്ലോ. ആ, അതിരിക്കട്ടെ. എവിടെയാ നിങ്ങളുടെ വീട്? എന്റെ വീട് പറവൂരാണ്. എന്റെ തലതിരിഞ്ഞ സ്വഭാവം കൊണ്ടാണോ എന്ന് തോന്നുന്നു. വീടുമായിട്ട് എനിക്ക് വലിയ ബന്ധമൊന്നുമില്ല. ഒരു ഡോക്ടറായിട്ട് എന്നെ കാണണമെന്നായിരുന്നു വീട്ടുകാരുടെ ആഗ്രഹം. പക്ഷേ എന്റെ താല്പര്യം ഇതിലാണ്. അത് നന്നായി. നാം എന്താഗ്രഹിക്കുന്നുവോ അതാകാൻ ശ്രമിക്കണം. ഞാനൊരു ഇൻസ്പെക്ടർ ആകണമെന്നായിരുന്നു എന്റെ അച്ഛന്റെ ആഗ്രഹം. പക്ഷേ ഞാൻ വക്കീലായി. ഓഹോ, സാർ അഡ്വക്കേറ്റ് ആണല്ലേ? അപ്പൊ സാർ എന്റെ അമ്മാവനെ പറ്റി കേട്ടിരിക്കുമല്ലോ, അഡ്വക്കേറ്റ് രാമുണ്ണി മേനോൻ. രാമുണ്ണി മേനോൻ? ഓ, അഡ്വക്കേറ്റ് രാമുണ്ണി മേനോൻ. അറിയാം അറിയാം. ഞാൻ കഴിഞ്ഞ മാസവും കണ്ടിരുന്നു. ഇല്ല സാർ, എന്റെ അമ്മാവൻ മരിച്ചിട്ടിപ്പോ 3 വർഷമെങ്കിലായി കാണും. സാർ ഉദ്ദേശിക്കുന്നത് ചിലപ്പോ വേറെ വല്ല രാമുണ്ണി മേനോനും ആയിരിക്കും. ഐ സി, ആയിരിക്കാം. ഒന്നാമത് ഈയിടെയായിട്ട് ഞാൻ അങ്ങനെ അധികമായിട്ട് കോടതിയിൽ പോകാറില്ല. എന്ന് പറഞ്ഞാൽ വീട്ടിലെ സംസാരം തീർന്നിട്ട് വേണ്ടേ കോടതിയിൽ പോയി വാദിക്കാൻ. അപ്പൊ ഞാൻ വരട്ടെ. ആയിക്കോട്ടെ. വീണ്ടും പറയുകയാണ്, മനസ്സിൽ വിഷമം തോന്നരുത്. ഇല്ല സാർ, ഞാനതൊക്കെ അപ്പോഴേ മറന്നു. സാറ് വീടൊക്കെ പോകുമ്പോ വല്ലപ്പോഴൊക്കെ ഇങ്ങോട്ടൊന്ന് കയറണം. വരാം വരാം, തീർച്ചയായും വരാം. വയസ്സുകാലത്ത് എന്തെങ്കിലും ജോലി വേണ്ടേ? അല്ല, എന്തിനാ ഇവിടെ വരാൻ പറഞ്ഞത്? ഇത് വലിയ ബുദ്ധിമുട്ടാണ്. ഒന്നാമത് വർക്ക്ഷോപ്പിൽ തന്നെ ഇഷ്ടം പോലെ പണിയുണ്ട്. അതിനിടയ്ക്ക് പാർക്കിൽ വാ, ബീച്ചിൽ വാ, കോളേജ് ക്യാൻറ്റീനിൽ വാ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ജീവിതം മുട്ടിപ്പോകും. പിന്നിങ്ങനെ വെയിറ്റ് ചെയ്യുന്നതും ഭയങ്കര ബോറ്. പൊതുവേ ഞാൻ വെയിറ്റിംഗ് ലിസ്റ്റിൽ പെടാൻ ആഗ്രഹിക്കുന്ന ആളല്ല. അവിടെ വന്നാൽ എനിക്ക് സംസാരിക്കാൻ ഒരു സ്വാതന്ത്ര്യമില്ല. ഓഹോ, അപ്പോ സംസാരിക്കുന്നതിന് വേണ്ടിയാണോ നമ്മൾ ഈ നട്ടുച്ചയ്ക്ക് 3 ലിറ്റർ പെട്രോളും കത്തിച്ച് ഇവിടം വരെ വന്നത്? ശരി, സംസാരിക്കാം. എനിക്കിഷ്ടമാണ്. ആഹാ, അത് ശരി. അപ്പോൾ എന്നെ ഇഷ്ടമാണല്ലേ? എന്നാ പിന്നെ നമുക്ക് കൈയോട് കൈ ചേർത്ത് മെയ്യോട് മെയ് ചേർന്ന് ഒരു യുഗ്മ ഗാനം അങ്ങ് കാച്ചിയാൽ. ഞാൻ കാര്യമായിട്ടാണ് പറഞ്ഞത്. ഓഹോ, അപ്പോൾ കാര്യമായിട്ടാണ് പറഞ്ഞത്. എന്നാ പിന്നെ എപ്പോ അതങ്ങ് നടത്താം? നടത്താമെന്നോ? എന്തോന്ന് നടത്താമെന്ന്? കല്യാണം. ഒരാണ് ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അടിയന്തരമായി നടക്കേണ്ടത് കല്യാണം. അല്ലാതെ പ്രേമലേഖനം എഴുതാനോ പിന്നെ മുറിയിൽ പോയിരുന്ന് സ്വപ്നം കാണാനോ നാട്ടുകാരുടെയൊക്കെ കണ്ണുവിട്ട് ചൂരി വിറ്റാനോ ഒന്നും എനിക്ക് നേരവും ഇല്ല. അതൊട്ട് എനിക്ക് ഇഷ്ടമല്ല. പറയണം, എപ്പോ നടത്താം? അത് വീട്ടിൽ ഒന്ന് മമ്മിയോട് പറഞ്ഞാ മതി. അതങ്ങ് പള്ളി പറഞ്ഞോണ്ടാ. ഞങ്ങളുടെയൊക്കെ തറവാട്ടിൽ ഇത്തരം കാര്യങ്ങൾ ആണുങ്ങളോട് മാത്രമേ പറയാവൂ. പെണ്ണുങ്ങൾക്ക് അവിടെ യാതൊരു സ്ഥാനവും. ഞാൻ വേണമെങ്കിൽ തന്റെ അച്ഛനുമായിട്ട് സംസാരിക്കാം. സമ്മതിച്ചു? എന്നാ രാവിലെ വന്നാ മതി. രാവിലെ മമ്മി അമ്പലത്തിലായിരിക്കും. അയ്യോ, നട റോഡിലാണോ? ഗുഡ് മോർണിംഗ് സാർ. വാണി, അല്ല ഇതാരാ? വന്നാട്ടെ വന്നാട്ടെ. ആ, ഇരുന്നാട്ടെ. ആ, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞാൻ എന്തോ പറയണമെന്ന് കരുതിയാണ് ഇങ്ങോട്ട് വന്നത്. അല്ല, ഞാൻ വന്നത് ഇവിടുത്തെ പെൺകുട്ടിക്ക് ഒരു കല്യാണാലോചനയായിട്ടാ. പരസ്പരം അറിയാവുന്ന ആൾക്കാരായതുകൊണ്ട് ഇപ്പൊ ചെറുക്കൻ ആരാണ് പെണ്ണ് ഏതാണ് എന്നൊന്നും അന്വേഷിക്കേണ്ട ആവശ്യമേ ഇല്ല. അത്ര അടുത്ത് പരിചയമുള്ള ആളാണോ? അല്ലിപ്പം ഒരു ചെറുക്കനിപ്പോ എന്താ യോഗ്യത വേണ്ടേ? ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവളെ മാന്യമായി കൊണ്ടുപോയി 3 നേരം ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാനും വസ്ത്രം വാങ്ങിച്ചു കൊടുക്കാനും അവളുടെ തലയ്ക്ക് മീതെ ഒരു കൂര പണിഞ്ഞു കൊടുക്കാനുമുള്ള ശേഷി ഉണ്ടാവണം. അത്രയല്ലേ ഉള്ളൂ. നമുക്ക് ആലോചിക്കാം.
ജാമൊക്കെ നോക്കണ്ടേ? ജാതകം നോക്കുക എന്നുള്ളതല്ല, ഈ മനസ്സുകൾ തമ്മിലുള്ള പൊരുത്തമാണല്ലോ മുഖ്യം. അതെ, മനസ്സുകൾ തമ്മിലുള്ള ഒരു ലയനമാണ് വിവാഹം. അതിനപ്പുറം വരെ അർത്ഥമൊന്നുമില്ല. ഞാനും എന്റെ മിസ്സിസും തമ്മിലുള്ള വിവാഹം അങ്ങനെ നടന്നതാണ്. അല്ല, ഇത്രയും താല്പര്യമെടുത്തതിന് നന്ദി. പക്ഷേ ഇവരുമായിട്ട് എങ്ങനെയാ ഒന്ന് ബന്ധപ്പെടുന്നത്? അങ്ങനെ ബന്ധപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനാണ് പയ്യൻ. എന്താ സാറിന് ഒന്നും തോന്നി? ആൾക്കാരിവിടെ കല്യാണത്തെ വെറും കാളച്ചന്തയായിട്ട് കാണുന്ന ഈ കാലഘട്ടത്തിൽ പെണ്ണിന്റെ പേരിൽ കാറും ലക്ഷങ്ങളും ബംഗ്ലാവും ഒക്കെ സ്ത്രീധനമായിട്ട് വാങ്ങിക്കുന്ന ഈ സമയത്ത് എന്നെപ്പോലെ ചെറുപ്പക്കാരൻ വന്നിട്ട് സാറിന്റെ മകളെ സ്വമേധയായ കല്യാണം കഴിക്കാന്ന് പറയുമ്പോ, അല്ല സാറിന് ഒന്ന് തുള്ളി ചാടാൻ തോന്നില്ല? വേണ്ട, സാറിന് സന്തോഷം കൊണ്ട് ഒന്ന് പൊട്ടിച്ചിരിക്കാൻ തോന്നില്ല? അല്ല, ഈ റിവേഴ്സ് ഗിയർ ഇട്ടാൽ വണ്ടി എന്തുകൊണ്ട് പുറകോട്ട് പോകുന്നില്ല എന്നാണ് എന്റെ ചോദ്യം. വണ്ടി പുറകോട്ടല്ലേ പോകേണ്ടത്? റിവേഴ്സ് ഗിയർ? അല്ല, അറിയില്ലേ? എന്റെ മിസ്സിസാണ്. അന്ന് ഞങ്ങള് പാർട്ടിക്ക് പ്രിയപ്പെട്ടാണല്ലോ. പാർട്ടിക്ക് നിങ്ങളെ ഇറക്കി വിട്ടതാണല്ലോ. നിങ്ങൾക്ക് ലേശവും നാണമില്ലെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. അതുകൊണ്ടല്ല, എന്തെല്ലാം ശത്രുതകളും സൗന്ദര്യപ്പെടങ്ങളും ഉണ്ടായിരുന്നാലും വിവാഹമോ മരണമോ പോലെയുള്ള സന്ദർഭങ്ങളിൽ എല്ലാം മറന്ന് നമ്മൾ ഒരുമിക്കാറില്ലേ? ഇതൊരു വിവാഹ പ്രശ്നമായതുകൊണ്ടാണ് ഞാൻ വീണ്ടും കാണാൻ വന്നത്. വിവാഹമോ? ആർക്ക്? ഞങ്ങൾ ഇപ്പം സംസാരിച്ചങ്ങോട്ട് തീർന്നതേ ഉള്ളൂ. അമ്മയുടെ മോക്ക് ഒരു നല്ല വിവാഹാലോചനയായിട്ടാണ് ഞാൻ വന്നത്. അമ്മയ്ക്കറിയാമല്ലോ, ഇന്നത്തെ കാലത്ത് ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് അയക്കാന്ന് വെച്ചാൽ അയ്യോ ഇവന്മാർ എന്തെല്ലാം ഡിമാൻഡ് ചെയ്യുന്നറിയാമോ? വീട്ടിലെ തൊഴുത്തിലെ പശുവിന് എണ്ണം കൂടെ നോക്കിയിട്ടാ പെണ്ണ് വെച്ചിരിക്കുന്നത്. പക്ഷെ എനിക്ക് യാതൊരു ഡിമാൻഡും ഇല്ല. ആഹാ, എന്ന് വെച്ചാൽ നിങ്ങളാണ് എന്റെ മോളെ കല്യാണം കഴിക്കാൻ പോകുന്നതെന്ന് അല്ലേ? അല്ല അമ്മ സന്തോഷം കൊണ്ടാണോ ഇങ്ങനെ ചിരിക്കുന്നത്? ഒന്നങ്ങോട്ട് വന്നേ. ഇരുന്നട്ടെ. ഓ, മോളുടെ കല്യാണം അച്ഛൻ തന്നെ തീരുമാനിച്ചല്ലേ? എടി, ഞാൻ ഒന്നും പറഞ്ഞില്ല. എല്ലാം അയാൾ കൊത്തി കൊത്തി മുറത്തി കയറി കൊത്തി കണ്ടോ? ഈ വഴിയെ പോകുന്നതിനൊക്കെ വിളിച്ചിരുത്തി വാരം അടിക്കുന്നതിന്റെ കുഴപ്പം ഇപ്പൊ നിനക്ക് മനസ്സിലായല്ലോ. ഞാൻ പോയി ആളെ കണ്ട് സംസാരിക്കും. വേണ്ട വേണ്ട വേണ്ട, ഞാൻ തിരിച്ചു വരുന്നത് വരെ മുറിക്കകത്ത് നിറങ്ങിയിരുന്നാ മതി. ഇനി അയാളെ പഠിക്കാത്ത കയറാത്ത രീതി ഞാൻ സംഗതി ശരിപ്പെടുത്തിക്കോളാം. എടി എടി, നിന്റെ നാക്ക് മഹാപിശക. പെശക ഈ ജന്മം സഹിച്ചേ പറ്റൂ. എന്റെ മോളെ കല്യാണം കഴിക്കാൻ വന്നിരിക്കുന്ന രാജകുമാരൻ. എടി, നീ എന്നെപ്പോലെ എല്ലാരെയും കരുതരുത്. അന്ന് വലിഞ്ഞേറി വന്നപ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങൾ നാണമില്ലാത്തവനാണെന്ന്. ഇപ്പൊ ഈ വിവാഹാലോചനയോട് കേട്ടപ്പോൾ എനിക്ക് ബോധ്യമായി വിവരവും ഇല്ലെന്ന്. എന്താമേ, കല്യാണം കഴിക്കാന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് വിവരം കെട്ട പണിയാണ്. എന്റെ മോളെ കല്യാണം കഴിക്കാൻ തനിക്ക് എന്താണോ യോഗ്യത? അല്ല, യോഗ്യത എന്താണെന്നൊക്കെ ഇങ്ങനെ മുഖത്തടിച്ച പോലെ ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ഒരു പെണ്ണിനെ പുലർത്താനുള്ള ആരോഗ്യമുള്ള ചെറുപ്പക്കാരനാണ്. മാണിക്യമംഗലത്തെ മാധവൻ നായരുടെ ചെറുമോളെ കല്യാണം ആലോചിക്കാനുള്ള അഹങ്കാരം തനിക്കുണ്ടായല്ലോ. മാണിക്യമംഗലത്തെ മാധവൻ നായർ? എന്നാ പിന്നെ ഞാൻ അദ്ദേഹത്തെ കണ്ട് സംസാരിക്കാം. ഷടം. എന്റെ മോൾ ആരെന്ന് വിചാരിച്ചിടോ താൻ? ഒരു നല്ല പെൺകുട്ടി. ഞാൻ ആ പെൺകുട്ടിക്ക് വാക്ക് കൊടുത്തു. ഒരാണെന്ന നിലയിൽ എനിക്കത് പാലിച്ചേ പറ്റൂ. എന്റെ കൊക്കിൽ ജീവനുണ്ടെങ്കിൽ ഈ വിവാഹം നടത്തൂല. അയ്യോ, അമ്മ നടത്തി തരണമെന്നൊന്നുമില്ല. ഇത് താനേ നടന്നോളൂ. ഞങ്ങൾ രണ്ടുപേർക്കും വിവാഹം കഴിക്കാനുള്ള പ്രായപൂർത്തിയൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ നാട്ടുകടപ്പനുസരിച്ച് അച്ഛനും അമ്മയൊക്കെ പന്തലി വന്ന് ദക്ഷിണയൊക്കെ കൊടുത്ത് ഐശ്വര്യമായിട്ട് നടത്തണമെന്നൊക്കെയാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങളും കടക്കണോ പുറത്ത് കടക്കാൻ? അല്ലമ്മേ, ഇനിയിപ്പം രണ്ടിലൊന്നും അറിഞ്ഞേ പറ്റൂ. ഇപ്പൊ ഞാൻ ഈ പടിയവട്ടി പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഈ ജന്മം എനിക്ക് ഈ വീടുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതിനു മുമ്പ് എനിക്ക് ആ പെങ്കൊച്ചിനെ ഒന്ന് കാണണം. അമ്മേ, മിണ്ടി പോരുത്. പൊടിയകത്ത്. അമ്മ പറയുന്നത് ധിക്കരിക്കണമെന്ന് ഞാൻ പറയില്ല. പക്ഷെ ഒരു കാര്യം, എന്റെ കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ നിമിഷം എന്നോടൊപ്പം ഇറങ്ങിയിട്ടില്ല. ഇല്ല, അവൾ ഒരിക്കലും വരില്ല. ഞാൻ അമ്മയോടല്ല ചോദിച്ചത്,
അവക്ക് വേണ്ടി ഞാൻ പറഞ്ഞാ മതി. വരുന്നോ? അപ്പൊ ഞാൻ പടിക്ക് പുറത്തിറങ്ങാൻ പോവാ. പടിക്ക് പുറത്തിറങ്ങിയാൽ പിന്നെ ഞാൻ മടങ്ങിയില്ല. നിൽക്കൂ. എടി, നീ പോവോടി. ഞാൻ പോകും. അമ്മയല്ലേ മോശമായിട്ട് സംസാരിച്ചത്? അദ്ദേഹം എത്ര മര്യാദയായിട്ടാണ് പെരുമാറിയത്. എടി, നീ പോവോടി. അമ്മ വിട്ട് നീ പോവോടി. പാർവതി, നീ പോവോടി. സമയം പോകുന്നു. രാജകാലത്തിന് 5 മിനിറ്റേ ഉള്ളൂ. അല്ല, അമ്മ ഒന്നുകൊണ്ടും വിഷമിക്കണം. മാണിക്യമംഗലത്തെ മാധവൻ നായരുടെ ചെറുമോളെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. ഞങ്ങളെ അനുഗ്രഹിക്കേണ്ടതാണ്. പോയി. അവള് പോയി. എന്റെ മോള് പോയി. അവന്റെ കൂടെ പോയി. എന്റെ മോള്. അയ്യോ, എവിടെ പോയെന്ന്? അവന്റെ കൂടെ കാറി കയറി പോയി. എന്റെ മോള്. അയ്യോ, എന്റെ മോള് പോയി. അയ്യോ, ഞാൻ എന്ത് ചെയ്യും? നാട്ടുകാർ മുഴുവൻ എന്റെ മോളെ വിളിച്ചേ. അവളിങ്ങോട്ട് വരാൻ പറ. എന്റെ മോളെ വിളിച്ചോണ്ട് എന്റെ മോളെ വിളിച്ചോണ്ട് വന്നേ. അയ്യോ, എന്റെ മോളെ ഒന്ന് വിളിച്ചോണ്ട് വന്നേ. അയ്യോ, പോലീസിനെ വിളിക്കേ. പോലീസിനെ വിളിച്ചേ. പോലീസിനല്ല, ഞാൻ പോയി പട്ടാളത്തെ വിളിച്ചോണ്ട് വരാം. ഞാൻ അപ്പോഴേ പറഞ്ഞാൽ നിന്റെ നാക്ക് മോശമാണ്. അയ്യോ, അങ്ങനെ പറയല്ലേ. എനിക്ക് സംസാരിക്കാൻ വയ്യ. അയ്യോ, നീ സമാധാനമായിരിക്കും. അവരുടെ നല്ല കാര്യത്തിനാണ് പോയത്. അയ്യോ, അവളെ പോയി ഒന്ന് വിളിച്ചോണ്ട് വരണേ. ഇല്ല, വിളിച്ചത് തന്റേടിയായ ഒരു ചെറുപ്പക്കാരനാണ്. ഇറങ്ങിപ്പോയത് എന്റെയും നിന്റെയും മകളുമാണ്. എന്നാലും മാണിക്യമംഗലത്തെ മാധവൻ നായരുടെ നിന്റെ മാണിക്യമംഗലവും മാധവൻ നായർ. നീ എന്തിനാണ് ഈ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത്? അവർ പോയി സന്തോഷമായിട്ട് ജീവിക്കട്ടെ. നീ നിന്റെ 18ാമത്തെ വയസ്സിൽ യാതൊന്നും നോക്കാതെ എന്റെ കൂടെ ഇറങ്ങി തിരിച്ചവളല്ലേ. ആ നിന്റെ മോൾ നിന്റെ അതേ പ്രായത്തിലെത്തിയപ്പോ അതുപോലെ അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ കൂടെ ഇറങ്ങിപ്പോയി. അയ്യോ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. സഹിച്ചേ പറ്റൂ. ഇത് ജീവിതമാണ്. നമ്മൾ ഇന്നലെ ചെയ്തത് അവരിന്ന് ചെയ്യുന്നു. അവരിന്ന് ചെയ്യുന്നത് അടുത്ത തലമുറ നാളെ ചെയ്യും. അയ്യോ, എടീ, നമുക്ക് വയസ്സും പ്രായവും ഒക്കെ ആയില്ലേ? യുവതലമുറ അവരുടെ വഴിക്ക് വിട്ടേക്ക്. ഈ വിവാഹത്തിന് നിന്റെ വീട്ടുകാർ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. പറയൂ, വരുന്നോ? വീട്ടുകാരെ ഭയന്നിട്ട് കാര്യമില്ല. നമ്മുടെ ജീവിതം നാമാണ് തീരുമാനിക്കുന്നത്. ഇത് അവസാനത്തെ അവസരമാണ്. അമ്മണിക്കുട്ടി, നിനക്കൂടി മോശമായില്ലേ? അച്ഛന്റെ അമ്മയുടെ ഇഷ്ടത്തിനെതിരായിട്ട് ഒരു പെൺകുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാന്ന് വെച്ചാ നമ്മുടെ തറവാട്ടിൽ കേട്ടറിവ് കൂടി ഉള്ളതാണോ? ഇന്ന് രാവിലെ മിസ്സിസ് മേന എന്നെ വിളിച്ച് ചോദിച്ചു സംഗതി ശരിയാണോ എന്ന്. ഞാൻ ആകെ അങ്ങ് ചൂളിപ്പോയി. സംഭവിച്ചു അമ്മേ. നമ്മളിനി പറഞ്ഞിട്ട് എന്താ കാര്യം? എന്ന് പറഞ്ഞുകൊണ്ടായില്ല. ഒരാൾ ചെയ്ത തെറ്റിന് ഇപ്പൊ എത്ര പേരെ ശിക്ഷ അനുഭവിക്കുന്നത്. ഞാൻ എന്റെ മോന് സ്ത്രീധനം ചോദിച്ചപ്പോ 100 അഭിപ്രായമായിരുന്നു. ഇപ്പൊ മനസ്സിലായല്ലോ, സ്ത്രീധനം കൊടുത്ത് കെട്ടിച്ചാൽ തറവാടിന്റെ അന്തസ്സും ഭദ്രമായിരിക്കും. എന്നാലും മിസ്റ്റർ ഉണ്ണിത്താൻ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത് എനിക്ക് വളരെ വിഷമമുണ്ട്. ഇതിൽ വിഷമിക്കാൻ എന്തിരിക്കുന്നു? ഞാനിത് നേരത്തെ കരുതിയതാണ്. പെൺകുട്ടികളെ വളർത്തുമ്പോ ഒരു പരിധി വരെ അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കാം. ഇത് ഇത്രയും ആധികാരികമായിട്ട് പറയാൻ ആനിക്ക് എത്ര കുട്ടികളുണ്ട്? എടി, നീ വെറുതെ കരഞ്ഞ് ആസ്മ ഇളക്കി വെക്കണ്ട. എപ്പോഴെങ്കിലും എന്നെ പറ്റി ചിന്തയുണ്ടല്ലോ. എടി, ഇപ്പൊ നിന്നെ പറ്റി എനിക്കല്ലാതെ മറ്റാർക്കാ ചിന്തയുള്ളത്? നിന്നോട് ഞാൻ അന്നേ പറഞ്ഞതാണ് അവളെ ഡ്രൈവിംഗ് പഠിപ്പിക്കരുതെന്ന്. ഇനിയിപ്പം നമ്മൾ എങ്ങനെ ബഹളം ഉണ്ടാക്കിയാലും യാതൊരു പ്രയോജനവുമില്ല. അല്ല, അവൾ ചെയ്തത് തെറ്റാണ്. പക്ഷേ ആ തെറ്റിനെ ഇനി വലുതാക്കി കാണിക്കാതെ ആ തെറ്റിലുള്ള ശരിയെ കണ്ടെത്തി ജീവിക്കുക എന്നുള്ളതാണ്. അവർക്ക് ജീവിക്കാനുള്ള ചുറ്റുപാടും സഹായവും ഒക്കെ ചെയ്തു കൊടുത്ത്
അവളുടെ സന്തോഷ ജീവിതം കണ്ടെത്തി നമുക്ക് ആനന്ദിക്കാം. അയ്യോ. എന്റെ കൊക്കിൽ ജീവനുണ്ടെങ്കിൽ ഞാൻ അവക്ക് ഒന്നും കൊടുക്കില്ല. പറയുന്ന ഞാനാണ്. മാണിക്കമംഗലം, ജൂനിയർ മാണിക്യം. ആഹാ, എന്താണത്? വീട്ടിലെ AC മുറിയാന്ന് വിചാരിച്ചു. അവിടെ എഴുന്നേറ്റ് ഒരു ചായ ഇട്ട് നടന്നോട്ടെ. ആ തൃക്കൈ കൊണ്ടൊരു ചായ കുടിച്ചിട്ട് വേണം എനിക്ക് എന്റെ ഇന്നത്തെ ദിവസം ഒന്ന് ആരംഭിക്കാൻ. ചായ ഫ്ലാസ്കിലിരിപ്പുണ്ട്. എന്തോന്ന്? ചായ ഫ്ലാസ്ക്? എവിടെ ഒന്നും തമ്പരാട്ടി ഭരിക്കണ്ട. നിന്നെ വീട്ടുപണിയൊക്കെ ഞാൻ പഠിപ്പിക്കും. ഇങ്ങോട്ട് വന്നു. രാവിലെ 6 മണി കഴിഞ്ഞ് കിടന്ന് ഉറങ്ങാന്ന് വെച്ചാൽ തന്നെ കുടുംബത്തിന് ഐശ്വര്യക്കേട്. അതറിയാം. മാണിക്യമംഗലത്തെ കൊച്ചെ, പോയി ഐശ്വര്യമായിട്ടൊരു ചായ ഇങ്ങോട്ടുണ്ടോ? ആഹാ, നല്ല ആളാ. അപ്പൊ ഇത് നല്ല ഐശ്വര്യമല്ലേ സാറേ? എന്തോ ആയത്? ഒരു വീട്ടിലെ ഐശ്വര്യം എന്ന് പറയുന്ന ആരാ? പെണ്ണാന്നേ, പെണ്ണുങ്ങള് രാവിലെ 6 മണി കഴിഞ്ഞ് ഉറങ്ങരുതെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ. ചായ വെള്ളം മാണിക്യമംഗലത്തെ കൊച്ചിട്ട ചായ അത് മോശമാകും. പാറക്കുട്ടി. എന്തോന്ന്? പാറക്കുട്ടിയോ? എന്റെ പേര് പാർവതി. ഓ പിന്നെ, അതങ്ങൾ വള്ളി പറഞ്ഞോണ്ടാ മതി. കല്യാണത്തിന് മുമ്പ് എന്റെ പാർവതി, നിന്നെ എനിക്ക് ഇഷ്ടമാണ്, നീ എന്റെ കരളാണ്, നീ എന്റെ കുളിരാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞെന്നിരിക്കും. ഇപ്പൊ കല്യാണവും കഴിഞ്ഞു, കസ്റ്റഡിയിലോ. ഇനി എന്റെ ജീവിത അവസാനം വരെ നീ എന്റെ പാറക്കുട്ടിയാണ്. പാറക്കുട്ടി, പാറക്കുട്ടി, എന്താ പാറക്കുട്ടിയേ? പാറക്കുട്ടി, നാളെ വിഷുവാണ്. അതായത് വിലമതിക്കാനാവാത്ത കൈനീട്ടം എനിക്ക് കിട്ടിയിട്ട് ആദ്യമായിട്ട് വരുന്ന വിഷു. നമുക്ക് ഗംഭീരമായിട്ടൊന്ന് കൊണ്ടാടാം. എന്നുവെച്ചാൽ നമുക്ക് അവിയലിനെ തീയലാക്കണം, തീയലിനെ പച്ചടിയാക്കണം, പച്ചടിയെ കിച്ചടിയാക്കണം, കിച്ചടിയെ ഓലനാക്കണം. ഇതെല്ലാം കൂടെ ചേർത്ത് എന്റെ പൊന്നു പാറക്കുട്ടി നമുക്ക് മനോഹരമായൊരു കാളനും ഉണ്ടാക്കും. നമ്മുടെ ജീവിതം നാമാണ് സൃഷ്ടിക്കുന്നത്. നിനക്കും നിന്റെ മോൾക്കും തമ്മിൽ എന്തിനാണ് ഈ വാശി? ഇത് ഇലക്ഷനോ മറ്റോ ആണ്? വേണ്ട, അവൾക്ക് എന്നെ വേണ്ടെങ്കിൽ എനിക്ക് അവളെയും വേണ്ട. അവൾക്ക് എന്താ എന്നെ ഒന്ന് വന്ന് കണ്ടാൽ അവൾ ഒരു തവണ വരട്ടെ, എന്നിട്ട് ഞാൻ പോയി കാണാം. പാറക്കുട്ടി,
പാറുക്കുട്ടി, നീ എന്തിനാ കരയുന്നേ? കരച്ചിൽ നിർത്തി കാര്യം പറ. നീ എന്തിനാ ഇപ്പൊ കരയുന്നേ? നിനക്ക് എനിക്ക് അമ്മയെ കാണണം. എന്തോന്ന് അത് ശരി. എനിക്ക് അമ്മയെ കാണണം. ഒരു മാസം കഴിഞ്ഞു, അമ്മ ഇതുവരെ ഇങ്ങോട്ട് വന്നില്ല. അമ്മ ഇങ്ങോട്ട് വന്നില്ലെങ്കിലും നമ്മൾ അങ്ങോട്ട് പോയി കാണുന്നതല്ലേ അതിന്റെ ഒരു ശരി. ഒന്നും വേണ്ട. നിനക്ക് കണ്ടകശരിയുടെ ആരംഭമാണെന്നാ എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഈ വേണ്ടാത്ത ചിന്തയൊക്കെ ഇപ്പൊ മനസ്സിൽ തോന്നുന്നത്. മനസ്സിലായോ? എന്തോന്ന് വൃത്തിയായിട്ട ചിന്ത. എന്റെ അമ്മ എനിക്ക് കാണണമെന്ന് തോന്നുന്നത് തെറ്റാണോ? അമ്മയെ കാണാൻ തോന്നുന്നില്ല, തെറ്റൊന്നുമില്ല. പക്ഷേ നിന്റെ അമ്മ, എന്റെ അമ്മായി അമ്മ, അതായത് മാണിക്യമംഗലം തമ്മിണിക്കുട്ടി അമ്മ, അവരുടെ ദുരഭിമാനത്തിന്റെ സർവ്വവിരുഭമാണോ ഇടത്ത് മാറ്റിവെച്ച് നല്ല ചിരിക്കുന്ന മുഖത്തോടുകൂടി 2 കയ്യും കാലും വീശി എന്റെ വീട്ടിൽ വന്ന് കയറുന്നത് വരെ അവിടെ പോയി അവരെ കാണാൻ എന്തെങ്കിലും പ്ലാൻ എന്റെ മോള് മനസ്സിലിട്ടിട്ടുണ്ടെങ്കിൽ അതൊന്നും നടക്കാൻ പോകുന്നില്ല കേട്ടോ. ആയുമായി ഞാൻ പറഞ്ഞു. പാറുക്കുട്ടി, പാറുക്കുട്ടിയേ